ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളിവിടെ ഒന്ന് രണ്ട് ഡെസ്റ്റിനേഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇത് ഊട്ടിക്ക് റെഡി ആയിട്ടോ. നോക്കടാ, ഒരു ഹായ് പറഞ്ഞേ. അവളുടെ ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മളിവിടെ ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കണക്കായിരുന്നു, നമുക്ക് പറ്റിയ ഫുഡൊന്നുമല്ല. അങ്ങനെ ആ ഫുഡ് കഴിച്ചു എന്തായാലും, കാരണം കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ. ഇപ്പോൾ ഏകദേശം 8:30 ആയി ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് ഇന്നൊരു ദിവസം കൂടി നമ്മളിവിടെ ഉണ്ട്. നാളെ ഞങ്ങൾ ഇവിടുന്ന് പോവും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോട്ട് ഞങ്ങൾ. ഇവിടെ നല്ല ചെറിയൊരു ഗാർഡനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ ഫോട്ടോസ് എടുത്ത് പോവുകയാണ് കേട്ടോ അടുത്ത ലൊക്കേഷനിലോട്ട്. ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ ബോർഡ്. റെസ്റ്റോറൻറ്റ് ലാ റാംബിന എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ടൗണിൽ നിന്ന് വിട്ടിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ വലിയ വലിയ ബിൽഡിങ്സ് ഒന്നും നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല കേട്ടോ. നല്ല പച്ചപ്പുള്ള ഒരു ഏരിയ ആണ് ഇത് കേട്ടോ. വിട്ടൊരു പാർക്ക് കണ്ടപ്പോൾ അത് അങ്ങോട്ട് ഓടുന്നുണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു പാർക്ക് ഉണ്ട്, ഓപ്പൺ ആണോന്ന് അറിയില്ല. നല്ലൊരു ലൊക്കേഷനാണ്. നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു ഏരിയ ആണ്. എല്ലാ സ്ഥലത്തും ഇതുപോലെ കുറേ പാർക്ക് ഉണ്ടാവും കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്കുകൾ ഇവിടെ എവിടെ ചെന്നാലും ഉണ്ടാവും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അത് നല്ലൊരു പരിപാടിയാണ്. പക്ഷേ പിള്ളേരെ കൊണ്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നം, അവരവിടെ നിന്ന് പോരില്ല. അപ്പോൾ അവിടേക്ക് സ്ഥലം കാണാൻ കണ്ടിട്ട് ഇതുപോലെ പാർക്കിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കാലത്ത് ഇറങ്ങിയുള്ളൂ. അപ്പോഴേക്കും പാർക്ക് കണ്ടപ്പോൾ അങ്ങോട്ട് ഓടിക്കറി. ഇന്നലെ പറഞ്ഞു തുടങ്ങിയെന്നാൽ കയറാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ നമ്മൾ കയറ്റിയില്ല. ഇന്നിപ്പോൾ മൂപ്പര് പാർക്കിലാണ്. ഇതുണ്ടോ, ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ നമ്മൾ താമസിക്കുന്ന സ്പേസിലും 2 സ്വിങ്ങും അതുപോലെ തന്നെ സ്ലൈഡില്ല, സീസവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതുപോലെ എവിടെ പോയാലും ഉണ്ടാവും കേട്ടോ പാർക്ക്. അത് യൂറോപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട ഇറ്റാലിയൻ സ്റ്റൈല് പഴയ ഒരു സ്ട്രീറ്റിലൂടെയാണ് നമ്മൾ മെട്രോ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മെട്രോ സ്റ്റേഷൻ എത്തി. തീരെ മെയിൻറ്റെയിൻഡ് അല്ല കേട്ടോ ഇവിടുത്തെ സ്റ്റേഷൻസ് ഒന്നും. ഇപ്പം നമ്മൾ സ്വിറ്റ്സർലാൻഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ, വോളൊക്കെ പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ്. സ്വിറ്റ്സർലാൻഡിലെ ഒരു സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും ഇങ്ങനെ കാണില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പക്ഷെ ഇവിടെ കണ്ടോ, ഒട്ടും മെയിൻറ്റെയിൻഡ് അല്ല, മോശമായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ്റെ നിയർ ബൈ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാലാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ വരുന്നത്. സ്ഫോസ കാസ്റ്റിൽ എന്ന് പറയുന്ന ഒരു കോട്ട കാണാനാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇതുവരെ കണ്ട ഇറ്റലിയുടെ ഒരു മുഖച്ഛായയല്ല ഇവിടെ തോന്നുന്നത്. ഇവിടെ കുറച്ചും കൂടി ഡെവലപ്ഡ് ആണ്, കുറച്ചും കൂടി കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. കുറച്ച് ഗ്രീനറി ഒക്കെ ഉണ്ട്, നല്ല നല്ല ബിൽഡിങ്സ്. നിങ്ങളെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടി കണ്ടോ, നമ്മുടെ ടാറ്റയുടെ വണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്, പഴയ ടാറ്റ ഇൻഡിക്ക പോലെ തോന്നുന്നു. ഉറപ്പില്ല, വീഡിയോയിലാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. നേരിട്ട് ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല. വണ്ടി ടാറ്റയുടെ വണ്ടിയൊന്നും ഇവിടെ കാണാറില്ല. ബാക്കി എല്ലാ കമ്പനീസും നമുക്ക് ഇവിടെ കാണാം, എന്നാൽ ഇന്ത്യൻ കമ്പനീസ് വളരെ കുറവാണ്. പക്ഷേ ആ വണ്ടി കണ്ടപ്പോൾ ടാറ്റയുടെ വണ്ടിയായിട്ട് തോന്നി കേട്ടോ. ഇന്ത്യൻ കമ്പനികളുടെ കാറുകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള വിവരം എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയുമെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്താൽ അതെല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. നിങ്ങൾ ആ മെട്രോ ഒക്കെ കണ്ടോ, നമ്മൾ ഇന്നലെ കണ്ട മെട്രോസ് പോലെയൊന്നും അല്ല. കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള മെട്രോസാണ്, കുറച്ചും കൂടി പുതിയ മെട്രോസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് ഈ ഏരിയ കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മൊത്തത്തിലൊരു റിനോവേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി കാണാൻ ഭംഗിയുള്ള വൃത്തിയുള്ള ഒരു സ്ഥലമായിട്ട് തോന്നി. ഇതുവരെ കണ്ട ഇറ്റലിയുടെ മുഖം അത്ര ഭംഗിയുള്ളതായിരുന്നില്ല, എനിക്ക് ഫീൽ ചെയ്തില്ല കമ്പയർ ടു സ്വിറ്റ്സർലാൻഡ്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെയല്ല കേട്ടോ. ഇവിടെ നല്ല ഏരിയ ആയിട്ട് തോന്നി. ആയിരിക്കുന്ന വണ്ടികളൊക്കെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സാണ്, നമുക്ക് റെൻറ്റിന് എടുക്കാവുന്നതാണ്. ഇത് ഇവിടുത്തെ മൊത്തത്തിലുള്ള ഒരു 360 ഡിഗ്രി വ്യൂ ആണ് കേട്ടോ. ഈ പോകുന്ന ഇവിടുത്തെ ബസ്സുകളാണ്, പബ്ലിക് ട്രാൻസ്പോർട്ടുകളായിരിക്കും തോന്നുന്നു. പഴയ മെട്രോസും ഉണ്ട്. ഇത് പഴയ മെട്രോ ആണ്. എന്നാൽ നേരത്തെ കണ്ട മെട്രോ കുറച്ചും കൂടി ലേറ്റസ്റ്റ് വണ്ണാണ്. ഇത് കുറച്ച് പഴയ മെട്രോ ആണ് കേട്ടോ. നമ്മൾ ക്രോസ് ചെയ്തു അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ബിൽഡിങ്സും ഈ പറയുന്ന ഒരു പച്ചപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതുവരെ ഇങ്ങനെ ഒരു കാഴ്ച ഇറ്റലിയിൽ വന്നിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഡുവോമോ ഡി മിലാനോടെ അവിടെ പോയപ്പോഴൊന്നും ഇങ്ങനെയുള്ളൊരു കാഴ്ചയായിരുന്നില്ല. ഇത്രയും ഭംഗിയൊന്നും തോന്നിയിരുന്നില്ല ഇറ്റലിയുടെ. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേക ഫീല് നമുക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച ഇറ്റലി ഇങ്ങനെയായിരുന്നു.
പക്ഷെ വന്ന് കണ്ടത് ഇങ്ങനെയായിരുന്നില്ല. റെയിൽവേ സ്റ്റേഷൻസ് ആണെങ്കിലും ഡുവോമോ ഡി മിലാനോടെ അവിടെ പോയപ്പോഴാണെങ്കിലും ഇങ്ങനെയൊന്നും തോന്നിയില്ല. പക്ഷെ ഇവിടെ കൊള്ളാം. ഇതാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷൻ. സ്ഫോസ കാസ്റ്റൽ എന്ന് പറയുന്ന ഒരു വലിയ കോട്ടയാണത്. കണ്ടോ, അതിൻ്റെ കോട്ടയുടെ മതിലുകളാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ ഈ കോട്ടയുടെ തൊട്ടടുത്ത് എത്തിയിട്ടോ. ഇനി നേരെ ഉള്ളിലോട്ട് കയറുകയാണ്. നല്ല വലിപ്പമുള്ള ഒരു വലിയ കോട്ടയാണ്. അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന 2 സൈഡിലും വലിയ കിടങ്ങുകളാണ്. ഇതാണ് എൻട്രൻസ്, കോട്ടയുടെ മെയിൻ വാതിൽ. ഇതിൻ്റെ 4 സൈഡിലോട്ടും വഴികളുണ്ട്. നമ്മളിപ്പോൾ ഈ എൻട്രൻസിലൂടെയാണ് കയറുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ കിടങ്ങ്. കണ്ടോ, നല്ല ആഴുണ്ട് കേട്ടോ അതിന്. ഇത് ഈ കോട്ടയുടെ ഒരു മാപ്പാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ, ഒരു സ്ട്രക്ചറാണ് കാണുന്നത്. നമ്മളിനി ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ആ വാതിൽ. ഇതിങ്ങനെ കിടക്കുന്ന വഴി മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മരം കൊണ്ട് ഒരു ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കിയിട്ട് അതിലൂടെയാണ് നമ്മുടെ ഉള്ളിലോട്ട് കിടക്കുക. ഇതാണ് കേട്ടോ ഉള്ളിലെ വ്യൂ. വലിയ കോട്ടയാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. ഇനി ഈ കോട്ടയുടെ ചരിത്രം ഒന്ന് നോക്കാം. ഫ്രാൻസിസ്കോ സ്ഫോസ എന്ന് പറയുന്ന ഒരാളാണ് ഈ കോട്ട പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇത് 14th സെഞ്ച്വറിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അത് 15th സെഞ്ച്വറിയിൽ എക്സ്പാൻഡ് ചെയ്തെന്നും പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഐക്കോണിക് സെൻട്രൽ ടവർ 20th സെഞ്ച്വറിയിൽ റീബിൽഡ് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലൊരു മെയിനായിട്ടുള്ളൊരു ഫോട്ടോ സ്പോട്ട് വരുന്നുണ്ട്. അതൊരു ഫൗണ്ടെയിനാണ്. അത് നമ്മൾ കയറിയ എൻട്രൻസിലല്ല, അടുത്തൊരു എൻട്രൻസിലൂടെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഒരുപാട് ആർട്ട് ഗാലറീസും മ്യൂസിയംസും ഉണ്ട്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെയും വെപ്പൺസിൻ്റെയൊക്കെ മ്യൂസിയംസും ഇതിനകത്തുണ്ട്. നമ്മളങ്ങോട്ടൊന്നും കയറുന്നില്ല കേട്ടോ, ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇങ്ങനൊരു വാട്ടർ ടാപ്പ് എല്ലായിടത്തും കാണാം ഇറ്റലിയിൽ. ഈ വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ്, കുടിവെള്ളമാണ്. ഒരുപാട് പേര് അത് കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു. ഇത് മൊത്തത്തിലുള്ള ഈ കോട്ടയുടെ ഒരു 360 ഡിഗ്രി വ്യൂ എന്ന് പറയാം. ഇതിനകത്ത് കാണുന്ന ആ വണ്ടി ഉണ്ടല്ലോ, അത് ഇറ്റാലിയൻ പോലീസിൻ്റെ വണ്ടിയാണ്. ഇവിടുത്തെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലും പോലീസിൻ്റെ സാന്നിധ്യം കാണാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, കളവുകളും മറ്റ് നൊട്ടോറിയസ് ആക്ടിവിറ്റീസും ഇവിടെ കുറേ കൂടുതലാണെന്ന് കേട്ടു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എല്ലായിടത്തും പോലീസിൻ്റെ സാന്നിധ്യം. നല്ലതാണ് ഒരു കണക്കിന്, നമുക്ക് ഇത്തിരി സേഫ്റ്റി ഫീൽ ചെയ്യും. ഇത് ഈ കോട്ടയുടെ മറ്റൊരു എൻട്രൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇതുവഴിയല്ല കയറിയേ, നമ്മൾ ഈ വഴി ഒന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വഴി പുറത്തിറങ്ങിയാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫൗണ്ടെയിനും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത് ശരിക്കും നല്ലൊരു ഫോട്ടോ സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ ആ വഴി പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വഴി തന്നെയാണ് നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോകാനുള്ളത്. അവിടെ നടന്നു പോകാനുള്ള വഴിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ വഴി പുറത്തോട്ട് ഇറങ്ങി. നമുക്ക് ആ ദൂരെ കാണാം ആ ഫൗണ്ടെയിൻ. ഇത് ഇവിടുന്ന് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ ആണ് ഈ ഫോർട്ടിൻ്റെ. എല്ലാ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴും ഏകദേശം ഒരേപോലത്തെ ഒരു വ്യൂ തന്നെയാണ് ഈ ഫോർട്ടിന് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഫൗണ്ടെയിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് കച്ചവടക്കാരും ഉണ്ട്, അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് തരുന്ന ആളുകളുണ്ട്. ഈ ഫൗണ്ടെയിൻ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ഫോട്ടോ എടുത്ത് തരുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടു. നമ്മുടെ അടുത്ത് ഒരുപാട് പേര് വന്നു. നമ്മൾ അവരെ കൊണ്ടൊന്നും എടുപ്പിച്ചില്ല, കാരണം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഫോൺ ഉണ്ടല്ലോ. ഇത് നല്ല വലിയൊരു ഫൗണ്ടനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ഫോട്ടോസ് അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് എടുത്തു. ദേവുട്ടിയുടെയും ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസും ഒക്കെ എടുത്തു. ആരെ കൊണ്ടും എടുപ്പിച്ചില്ല കേട്ടോ. ഇവിടെ ചില സമയത്ത് ആളുകൾ ഫോൺ ചോദിച്ചു വരും. അവരുടെ കയ്യിൽ ഫോണില്ല, മിസ്സായി, ഒരു കോൾ ചെയ്യാൻ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ അതൊക്കെ ഫ്രോഡായിരിക്കും മിക്കവാറും. കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ പിന്നെ കാണില്ല, അത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊടുക്കാറില്ല. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടോ. കോട്ടയിൽ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ നടക്കുമ്പോൾ സൂക്ഷിക്കണം. ഇപ്പോഴാണ് വന്ന് വലിച്ചോണ്ട് പോകാന്ന് പറയാൻ പറ്റില്ല. സാധനങ്ങൾ എല്ലായിടത്തും ബോർഡുണ്ട് കേട്ടോ, പിക്ക് പോക്കറ്റ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 3 കണ്ണ് വെച്ച് വേണം ഇവിടെ നടക്കാൻ. അപ്പോൾ അതിൻ്റെ ഒരു വിഷയമുണ്ട്. ഫ്രീ ആയിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് നടക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഈ കോട്ടയുടെ അടുത്ത് നിന്ന് തന്നെ നമുക്ക് നടന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടേക്ക് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് നടക്കാനുള്ള വഴിയേ ഉള്ളൂ എന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. സോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ നല്ലൊരു മരങ്ങളൊക്കെയുള്ള നല്ലൊരു ഏരിയ കണ്ടു. ഇതൊരു വാക്കിംഗ് സ്ട്രീറ്റാണ്. അപ്പോൾ നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. ഈ ഒരു നടത്തത്തിലുടനീളം 2 സൈഡിലുമായിട്ട് ഇറ്റാലിയൻ സ്റ്റൈൽ കൺസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് പഴയതും പുതിയതുമായ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്. ഈ കൺസ്ട്രക്ഷൻ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ റോഡുകളാണെങ്കിലും ടാർ ചെയ്തിട്ടുള്ള റോഡുകളല്ല, കോൺക്രീറ്റഡ് ആണ്. അതിനിടയിലൂടെ തന്നെ ട്രാംസ് പോകാനുള്ള റെയിൽസും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വാക്ക് വേസ് ആണെങ്കിലും നല്ല കോൺക്രീറ്റ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഏരിയകളൊക്കെ ഇറ്റലിയിലെ മനോഹരമായ സ്ഥലങ്ങളായിട്ട് നമുക്ക് കാണാം. എന്നാൽ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെയല്ല. ഒട്ടും നീറ്റല്ലാത്ത വൃത്തിഹീനമായ പല വാക്ക് വേസും ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ നടന്ന് നമുക്ക് പോകേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇതാണ്. ഈ ഒരു കൺസ്ട്രക്ഷൻ കണ്ടോ നിങ്ങൾ? ഒരു വെറൈറ്റി കൺസ്ട്രക്ഷനാണ്. ഇതൊരു ചർച്ചാണ്. സാന്റാ മരിയ ഡെല്ലി ഗ്രാസിയ എന്നാണ് ഈ ഒരു ചർച്ചിൻ്റെ പേര്. ഇത് ഇറ്റലിയിലെ മിലാനിലെ വൺ ഓഫ് ദ ഫേമസ് ചർച്ചാണ്. ലോകപ്രശസ്ത ചിത്രകാരൻ ലിയനാർഡോ ഡാവിഞ്ചിയുടെ ലോകപ്രശസ്തമായ ദ ലാസ്റ്റ് സപ്പർ എന്ന പെയിൻറ്റിങ് ഈ ചർച്ചിനുള്ളിലെ ഭിത്തിയിലാണ് വരച്ചിട്ടുള്ളത്. 1463 കാലഘട്ടത്തിലാണ് ഈ ഒരു ചർച്ചിൻ്റെ നിർമ്മാണം ആരംഭിച്ചതായിട്ട് പറയപ്പെടുന്നത്. 1980 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിൽ ഒന്നായിട്ട് ഈ ഒരു ചർച്ചിനെ അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ചർച്ചിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങി കേട്ടോ. കാരണം ഞാൻ ഉള്ളിലൊന്നും വീഡിയോ എടുത്തില്ല. കാരണം അവിടെ ക്യാമറ പ്രോഹിബിറ്റഡ് ആണ്. ചർച്ചാണിത്. അതിൻ്റെ ഉള്ളിൽ കുറേ പഴയ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആസ് യൂഷ്വൽ ചർച്ച എങ്ങനെയാണ് അതുപോലെ. പക്ഷെ ഞാൻ ഉള്ളിൽ വീഡിയോ എടുത്തില്ല കേട്ടോ. എടുക്കാൻ പാടില്ല എന്നാണ് എഴുതിയിട്ട്. പലരും എടുക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളെടുത്തില്ല. ഞാൻ എഴുതി വെച്ച കാരണം തന്നെ നമ്മളെടുത്തില്ല. നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മെട്രോ കയറി. നമ്മളെ കയ്യിൽ പാസ്സുള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും മെട്രോയിൽ കയറാം, സഞ്ചരിക്കാം. അതുകൊണ്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തപ്പി പിടിച്ചിട്ട് വേണം പോകാൻ. എന്നിരുന്നാലും ഏകദേശം ഒരു
പ്ലേസിലെത്തിയിട്ടുണ്ട്. ഇവിടെ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു തിയേറ്റർ അല്ല സ്കാല എന്ന് പറയുന്ന ഒരു ഓപ്പേറ ഹൗസ് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇന്നലെ വന്ന ഡുവോമോ ഡി മിലാനോടെ അടുത്ത് തന്നെയാണ് ഇത് വരുന്നത്. ഞങ്ങൾക്ക് ലൊക്കേഷനൊന്നും അത്ര അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നലെ അവിടെ വിസിറ്റ് ചെയ്തായിരുന്നു. പക്ഷേ ഇത് അതിൻ്റെ അടുത്ത് തന്നെയാണ്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എൻട്രൻസ് ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു, ഫാമിലി ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേൾഡ് ഫേമസ് ആയ ഒരു ഓപ്പറ ഹൗസ് ആണ് കേട്ടോ. 1778 നിർമ്മിച്ച ഈ ഓപ്പറ ഹൗസ് സംഗീതം, ബാലെ, ഓപ്പറ എന്നിവയുടെ ആഗോള കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത്. 1776 ഇതിനു മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന തിയേറ്റർ തീപിടുത്തത്തിൽ നശിച്ചതിനെ തുടർന്ന് ഓസ്ട്രിയൻ ചക്രവർത്തിയായ മരിയ തെരേസയുടെ നിർദ്ദേശപ്രകാരം പ്രശസ്ത നിയോ ക്ലാസിക്കൽ ആർക്കിടെക്റ്റ് ജുസെപ്പെ പിയർ മാരിനി പുതിയ തിയേറ്ററിൻ്റെ രൂപകൽപ്പന നടത്താനുണ്ടായത്. ഇത് ഓപ്പറ ഹൗസിൻ്റെ മുൻപേ ഉള്ള ഒരു ഹാളാണ്. ഈ ഹാളിൽ കുറേ ഇതുപോലത്തെ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ ആയിരിക്കണം. അപ്പോൾ ഇനി നമ്മൾ കടന്നു പോകുന്നത് ഓപ്പറ ഹൗസിൻ്റെ വ്യൂ പോയിന്റുകളിലേക്കാണ്. അതായത് ഇതാണ് ഓപ്പറ ഹൗസ്. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ഓപ്പറ ഹൗസ്. ഇത് ലോകപ്രശസ്തമായ ഒരു ഓപ്പറ ഹൗസ് തന്നെയാണ്. ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ ഹാളുകളുണ്ട് നമുക്ക് മുകളിലിരുന്ന് കാണാൻ വേണ്ടിയിട്ട്. 2030ഓളം സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടെന്നാണ് ഗൂഗിളിൽ കാണുന്നത്. എന്തായാലും വലിയൊരു ഓപ്പറ ഹൗസ് തന്നെയാണ് ഇത് കേട്ടോ. ഈ സ്റ്റേജിൽ എന്തോ ഈസ്റ്ററിൻ്റെ പ്രോഗ്രാം എന്തോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞതാണോ തുടങ്ങാൻ പോകുന്നതാണോ എന്ന് അറിയില്ല. കണ്ടോ, ഒരു കുരിശ്, ഒരു ബ്ലാക്ക് കുരിശ് അതിൻ്റെ നടുവിൽ വെച്ചിട്ടുണ്ട്. ഇന്നലെ ഗുഡ് ഫ്രൈഡേ അല്ലായിരുന്നു, ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും. അങ്ങനെ ഓപ്പറ ഹൗസ് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങുന്ന വഴിക്ക് ഇതുപോലെ കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുക. 2-3 ഹാളുകൾ നമ്മൾ ഇറങ്ങുന്ന വഴികളിലുണ്ട്. അപ്പോൾ അതിലൂടെ വേണം നമ്മൾ കടന്നിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ. അപ്പോൾ ഇവിടെ കുറേ പെയിൻറ്റിങ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെയുള്ള നല്ല നല്ല പെയിൻറ്റിങ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ പുറത്തോട്ട് നടക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടോ. അതൊരു ഒപ്പേറ ഹൗസ് അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറാണ്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. എവിടെ നിന്നെങ്കിലും
എവിടെയെങ്കിലും പോയിട്ട് ഫുഡൊന്ന് കഴിക്കണം, ലഞ്ച് കഴിക്കണം. ടൈം ഏകദേശം ഉച്ചയ്ക്ക് 1 മണിക്ക് ആയി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഇനി അടുത്തത്.